സാറിനോട് എൻ്റെ ആദ്യത്തെ ചോദ്യം, സാർ എന്തുകൊണ്ടാണ് ഫോട്ടോഗ്രാഫി സാറിന്റെ കരിയറായിട്ട് ചൂസ് ചെയ്തത്? ഫോട്ടോഗ്രാഫി പണ്ട് മുതൽ ഇഷ്ടമായിരുന്നു, പഠിക്കുന്ന കാലഘട്ടം തൊട്ട്. അപ്പൊ അതിന്റെ തുടക്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ പണ്ട് ന്യൂസ് പേപ്പറിൽ മാഗസീനിലൊക്കെ നല്ല നല്ല ചിത്രങ്ങൾ വരില്ലേ, അത് കട്ട് ചെയ്ത് വെക്കലായിരുന്നു തുടക്കത്തിലുള്ള ശീലം. അന്ന് നമ്മൾ ക്യാമറയെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പിന്നീട് ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വരുമെന്നും അറിയില്ല. പക്ഷെ ചിത്രങ്ങൾ പണ്ട് മുതലേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് അതിനോടൊരു തുടക്കം. സാർ, വയനാട്ടിലെ വൈൽഡ് ലൈഫിന് നിങ്ങൾ എന്തൊക്കെ പ്രത്യേകതകളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? വയനാട്ടിലെ വൈൽഡ് ലൈഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ ഫോറസ്റ്റ് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാനോ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് അറിയില്ലേ, ഏറ്റവും കൂടുതൽ ഉള്ളൊരു സ്ഥലമാണ് വയനാട്. അത് നമുക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് സാർ എടുക്കാറ്? നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ ആ ഫ്രെയിമിനോളം തന്നെ പ്രാധാന്യം നമ്മുടെ ജീവനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ നമ്മുടെ കൂടെ വരുന്ന ആളുകൾ, നമ്മുടെ കൂടെ പിന്നെ ഫോറസ്റ്റ് സ്റ്റാഫോ ആളുകളായിരിക്കും കൂടെ വരിക. അപ്പോൾ നമ്മൾ അവരുടെയും കൂടെ ജീവനും പ്രാധാന്യം കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു പരിധി കൂടുതൽ വൈൽഡ് ആനിമൽസിന്റെ അടുത്തേക്ക് നമ്മൾ പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയ ലെൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ പ്രൈവസിയിലേക്ക് കിടന്ന് കയറാതെ തന്നെ ദൂരെ നിന്ന് ക്യാപ്ചർ ചെയ്യണം. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന് പുറത്ത് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോ എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നത്? യാത്ര ചെയ്യുന്നത് പിന്നെ തമിഴ്നാട്, പിന്നെ കർണാടക, പിന്നെ ഗുജറാത്ത് പോയിട്ടുണ്ട്, പിന്നെ ഉത്തരാഖണ്ഡാണ് എനിക്ക് കേരളത്തിന് പുറത്തുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഫോറസ്റ്റ്. പിന്നെ അവിടെ എന്ന് പറഞ്ഞാല് പിന്നെ നമ്മുടെ ഇതുപോലെയല്ല അവിടെ ഫോറസ്റ്റ്, കുറച്ചുകൂടി നല്ല ഓപ്പൺ ഏരിയകളുണ്ട്. അപ്പോൾ വൈൽഡ് ആനിമൽസിന് നമുക്ക് നല്ല ലാൻഡ്സ്കേപ്പിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയും. നല്ല ഭംഗിയുള്ള പിന്നെ നദീതീരത്തും അതേപോലെ നല്ല ഓപ്പൺ ഫോറസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചിത്രം കാണിച്ചു തരാം. സാറ് വലിയ വലിയ ഫോട്ടോഗ്രാഫി എക്വിപ്മെന്റ്, ഇങ്ങനത്തെ വലിയ ക്യാമറകളൊക്കെ ഉത്തരാഖണ്ഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ? ഇതിന്റെ ഈ ലെൻസിന്റെ ഈ ഒരു ക്യാമറയുടെ ബോഡിയുടെ ഇവിടെ അഴിച്ചിട്ടുണ്ടോ? ഇത് ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ലെൻസ് എന്ന് പറയുന്നത്. ഇത് ഇവിടുന്ന് അഴിച്ചിട്ട് ഒരു സെപ്പറേറ്റ് ബാഗിലാക്കും. ബോഡി ഇവിടെ വെച്ച് അഴിക്കും, ട്രൈപോഡ് വേറെ കവറിൽ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. സാറിന്റെ ഫോട്ടോ ലീഡിംഗ് പബ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ കാണിക്കും. വേറെ നിലവാരം കൊണ്ടല്ല, പക്ഷെ എടുത്ത ഒരു നിമിഷം എനിക്കത് ഇന്ത്യ മാതൃഭൂമിയുടെ ഗോൾഡ് എഡിഷൻ എവിടെയൊക്കെ മാതൃഭൂമി പ്രിന്റ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ചിത്രം പ്രിന്റ് ചെയ്തുകൊണ്ട് ആ ചിത്രം കാണിച്ചത്. ഇതാണ് ചിത്രം. ഇത് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ 2009-10 ആകുമ്പോൾ ചിത്രം. ഇതൊരു 4 സീക്വൻസ് ആയിട്ടായിരുന്നു. ഇതിവിടെ ഇവിടെ ബത്തേരി NH-212 അല്ലേ, ബത്തേരി ഹൈവേ, ആ റൂട്ടില് ഇത് മാതൃഭൂമിയുടെ ഓൾഡ് എഡിഷനിൽ വന്നാണ്. ഇതെനിക്ക് നല്ലൊരു പ്രശസ്തിയും കിട്ടിയിരുന്നു. ഇതിന്റെ പേരിൽ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. NH ക്ലോസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ചിത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ബത്തേരി മുത്തങ്ങ റോഡിൽ ഞാൻ സ്ഥിരമായിട്ട് യാത്ര ചെയ്യും. ബൈക്കിലാണ് പോകുന്നത്, അത് ബൈക്കാണുള്ളൂ. പക്ഷെ പിന്നെ ബൈക്കിൽ ചിത്രം എടുക്കാനാണ് ഏറ്റവും സുഖം. ഇപ്പോഴത്തെ പോലെ അത് ഹെൽമെറ്റ് വേണ്ട, ഫോറസ്റ്റുകാരുടെ റെസ്ട്രിക്ഷൻ ഇല്ല. ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര റെസ്പെക്ട് കിട്ടുമായിരുന്നു, ഇന്ന് കിട്ടില്ല. അപ്പൊ അങ്ങനെ പോകുമ്പോ പിന്നെ ഇവര് ഇതെന്തോ വെജിറ്റബിൾസ് അങ്ങനെ സാധനം എന്തൊക്കെയാണ്. ഇതാണ് എന്റെ ഫസ്റ്റ്. ഇവർക്ക് ഇപ്പൊ തന്നെ രക്ഷപ്പെടാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷെ അവര് ആനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇത് കുട്ടി ആനയാണ്, കുഞ്ഞിക്കുട്ടിയാണ്. കൊമ്പ് ഇതിന്റെ തള്ളയാന ഇവർ സൈഡിലുണ്ട്. തള്ളയാന ഇവര് ശ്രദ്ധിക്കുന്നില്ല. ഇവരിതിന് കൊടുത്തു. ഇതിന്റെ അടുത്ത സ്നാപ്പ് നോക്കിക്കോളൂ. ഇത് അടുത്തത്, കാരണം പുറകിലുള്ളവനാണ് ആന എയിം ചെയ്യുന്നത്. കുട്ടിയാനയാണ്, ഹൈറ്റ് നോക്കി നിങ്ങൾക്ക് അറിയാം. ഇതാണ് അടുത്തത്. ആ ഒറ്റ അടിക്ക് ബൈക്ക് ഇവിടെ എത്തി, ഇവൻ എയറിലായി. ഇവരെനിക്ക് കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ഇവിടെ കണ്ടുമുട്ടാൻ പറ്റിയില്ല. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവര് രക്ഷപ്പെട്ടു. ഞാന് വണ്ടി സൈഡാക്കി പുറകെ വന്ന പിന്നെ വണ്ടിയുള്ള ആൾക്കാരുടെ സഹായത്തോടു കൂടി ഇവര് ബൈക്കൊക്കെ
എടുത്ത് കയറ്റി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ചില സമയത്ത് കുറച്ച് ഡേഞ്ചറസ് ആവാൻ ചാൻസ് ഉണ്ട്. ഈ നമ്മൾ ആനിമൽസിനോട് കുറച്ച് ക്ലോസ് ആണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും പേടി തോന്നിയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് വൈൽഡ് ആനിമൽസിനെ എനിക്ക് അടുത്ത് കാണാനും ഞാൻ ചിലപ്പോൾ ക്യാമറ മാറ്റി വെച്ച് അത് ആസ്വദിച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഒരു പരിധി കൂടുതൽ എൻ്റെ കൂടെയുള്ള ആളുകളുടെ ഇൻസ്ട്രക്ഷൻ അവഗണിച്ചുകൊണ്ട് അവരുടെ ആ ഒരു ക്ലോസ് റേഞ്ചിലേക്ക് ഞാൻ കയറി പോകാറില്ല, എപ്പോഴും ചെയ്യാറില്ല. അപ്പൊ അവരുടെ ആ ഒരു പ്രൈവസിനെ നമ്മൾ എപ്പോഴും മാനിക്കണം. കാരണം അവർക്കൊരു അതിർത്തിയുണ്ട്. അവരുടെ ആ ഒരു അതിൽ കൂടുതൽ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് അവർ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരും. അങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ചിത്രമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഫോട്ടോഗ്രാഫി ജേണി കണ്ടിന്യൂ ചെയ്യാനുള്ള മോട്ടിവേഷൻ എന്താണ്? ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കാനും ഞാൻ ഇവിടെ വന്നിരിക്കാനും നിങ്ങൾ എന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും എനിക്ക് കഴിഞ്ഞില്ലേ? അതിനല്ലേ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന് സർ ഞങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു.